ഹായ് ഹലോ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം 4 മണിക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഊത്തപ്പം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിയില. നമുക്കിതെല്ലാം ഒന്ന് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണേ. ഇതെല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പാനിലേക്ക് ഞാൻ നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഇഡ്ഡലി മാവുണ്ടല്ലോ, അത് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് പരത്തി കൊടുക്കണേ. നല്ല കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ തിക്കോട് കൂടിയാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, തക്കാളി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് ഒരല്പം നെയ്യ് കൂടി. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് മൊരിയിച്ചെടുക്കണേ. തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഒരു ഭാഗം മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഇതൊന്ന് മറിച്ചുകൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ആ സൈഡ് കൂടി നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇഡ്ഡലി മാവും ദോശമാവൊക്കെ ബാക്കിയുള്ള ദിവസങ്ങളാണ്. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് അധികം മെനക്കേടില്ലാതെ ഇതുപോലെയൊക്കെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാവേ. ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ലപോലെ കഴിക്കുകയും ചെയ്യും. നിങ്ങൾ ഊത്തപ്പം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഊത്തപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഈ ഊത്തപ്പത്തിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ.